ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്നത് എൻ്റെ ഡെസ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിരുന്നു കേട്ടോ. കുറേ ദിവസം ഞാൻ ക്ലീൻ ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്നു, പക്ഷെ ഞാൻ മറന്നു പോയി കേട്ടോ. പിന്നെ എല്ലാം നല്ല അലങ്കോലമായി കിടക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ കുറച്ച് സ്കെച്ച് അവിടെ വീണിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ ബൗളുണ്ടായിരുന്നു, അതും ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പേപ്പേഴ്സൊക്കെ ആയിരുന്നു, ടാപ്പും പേപ്പേഴ്സൊക്കെ ആയിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ ഒരു ലാമ്പ് എൻ്റെ ഫ്രണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ആ വാട്ടർമെലൺ ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന ക്ലെയിം വെച്ച് ഉണ്ടാക്കിയതാണ്. പിന്നെ എയർ ഡ്രൈ ക്ലെയിം വെച്ച് ഉണ്ടാക്കിയ കുറച്ച് കുഞ്ഞു സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മേളത്തെ കഴിഞ്ഞപ്പോൾ പിന്നെ താഴത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. താഴത്താണ് ഏറ്റവും അലമ്പായിക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് താഴത്തൊക്കെ സഹായിക്കാൻ വേണ്ടി എൻ്റെ അനിയത്തിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒറ്റക്കൊന്നും പറ്റത്തില്ല, ക്യാമറ എന്തൊക്കെയാണ് ഇതൊക്കെ ആയപ്പോൾ എനിക്ക് പറ്റത്തില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അനിയത്തിനെ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ 3 ഡയറി ഉണ്ടായിരുന്നു. ആ 3 ഡയറിയും ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഡയറി മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി 2 പുതിയതായിരുന്നു. അപ്പോൾ ഞാനതിൽ കുറച്ചൊക്കെ എഴുതാറൊക്കെ ഉണ്ട്. ആ എഴുതിയൊക്കെ ഞാൻ ഒരു ദിവസം നിങ്ങളെ കാണിക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഡ്രോയിങ് ബുക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ഡ്രോയിങ് ബുക്കൊക്കെ ഞാനൊന്ന് അതിലോട്ടെടുത്ത് വെച്ചു. പിന്നെ യൂണിക്കോൺ ബുക്കായിരുന്നു ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചത്. പിന്നെ കുറച്ച് പേനകളുണ്ടായിരുന്നു, സ്കൂൾ തുറപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അത്. പിന്നെ കുറച്ച് ക്രേ പേപ്പർ, പിന്നെ കുറച്ച് കവായി സ്റ്റിക്കറായിരുന്നു കേട്ടോ. പിന്നെ കവായി സ്റ്റിക്കർ വെച്ചപ്പോൾ ഒരു പെൻസിലൊക്കെ കൂടി ഉണ്ടായിരുന്നു. ആ പെൻസിലൊക്കെ ഒരു ഡപ്പിയിലാക്കി ഞാൻ വെച്ചു. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതൊക്കെ ഒന്ന് വെച്ചു. പിന്നെ കുഞ്ഞു പേപ്പേഴ്സൊക്കെ ആയിരുന്നു കേട്ടോ. ആ പേപ്പേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനൊരു ബോക്സ് വെച്ചിട്ടില്ലേ, അതിൽ ഞാൻ കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ആയിരുന്നു. അപ്പോൾ ഹോം മെയ്ഡ് ഉണ്ടാക്കിയ സ്റ്റിക്കി നോട്ട്സൊക്കെ ഇല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഉണ്ടാക്കിയതൊക്കെ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പേപ്പേഴ്സൊക്കെ പിന്നെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടത്തെയും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം ഒന്ന് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അനിയത്തി പിന്നെ അങ്ങോട്ട് എൻ്റെ കൂടെ നിന്നില്ല, അപ്പോൾ തന്നെ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ താഴത്തെ നല്ല ഭംഗിയായിട്ടുണ്ട്, മേളത്തെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗീവ് അവേ നടത്തുന്നുണ്ട്. ഗീവ് അവേ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെയിൽ കേട്ടോ, ഈ വീഡിയോൻ്റെ താഴെയിൽ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വിന്നറിന് ഞാൻ കുഞ്ഞു ഗിഫ്റ്റ്സ് ആണ് തരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ആയിട്ടാണ് ഗിവ് അവേ ചെയ്യാൻ പോകുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞു ഗിവ് അവേ ആണ് നടത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ കേട്ടോ.